Proof സഹിതം തരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബില്ലും ഉണ്ടാവും. ഇത് മൊത്തം പൊടിയാണല്ലേ. ഇത് ചെറിയ പിള്ളേർക്കൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ആകാനുള്ള ചെറിയ ചെറിയ സാധ്യതകളും ഇതൊക്കെ തന്നെയാണ്. ഒരു AC മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പിന്നെയും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2000 രൂപയിലേക്ക് മാറി, വീണ്ടും കുറഞ്ഞു. വളരെ സൈലന്റ് ആണ്. അതിന്റെ പ്ലാസ്റ്റിക് വെർജിൻ പ്ലാസ്റ്റിക് ആണ്. കംപ്രസർ മുതൽ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി വരെ ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. കംപ്ലൈന്റ് വളരെ റെയർ ആണ്. സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്നതും നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന സെയിം മോഡലാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ വഴുതലക്കാരനാണ്. എക്സാർമി മല്ലു വ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു 5 മാസം മുമ്പ് ഞാനൊരു AC മേടിച്ചിട്ടുണ്ടായിരുന്നു, മിസ്തുബിഷിയുടെ. അപ്പം മിസ്തുബിഷിയുടെ AC മേടിച്ച സമയത്ത് ഏകദേശം ആ വീഡിയോ ഒരു 7 lakhs മുകളിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മളോട് ഇഷ്ടം പോലെ ആൾക്കാർ ക്വയറികൾ ചെയ്തു. നിങ്ങൾ മേടിച്ച ACക്ക് എത്ര ഇലക്ട്രിസിറ്റി ബില്ലാവുന്നുണ്ട്, നിങ്ങളുടെ ആ AC സർവീസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ആ ACയുടെ ഫസ്റ്റ് സർവീസ് നമുക്ക് ഫ്രീ ആണ്. ആ സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ ബിനിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഫ്രീസിംഗ് പോയിന്റിൻ്റെ ഓണറാണ് ബിനിച്ചേട്ടൻ. ബിനിച്ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ബിനിച്ചേട്ടൻ ഒത്തിരി നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് മിസ്തുബിഷി എന്നുള്ള ആ ഒരു ബ്രാൻഡ്. അപ്പം ബിനിച്ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ മെയിൻ്റെനൻസ് ടൈമിൽ നമുക്കൊരു വീഡിയോ എടുക്കാം, അതിൻ്റെ ഫുള്ള് റിവ്യൂ കൊടുക്കാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും വീഡിയോയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യുവാണ്. അപ്പം ഒരാൾ ഒരു AC കറക്റ്റായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ, അതായത് അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടത്? നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് സർവീസിന്റെ ടൈമായി ഏതാണ്ട് ഒരു 4-5 മാസമായി. അതെ, 4 മാസമായി. അപ്പോൾ നമ്മൾ ഇൻഡോർ യൂണിറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എത്രമാത്രം ഡസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അതെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ സർവീസ് എഞ്ചിനീയർ ഉണ്ട്, സർവീസ് മാനേജർ ഉണ്ട്. ഓക്കെ, അവരുടെ ഒന്ന് ക്ലിയർ ചെയ്യാം, ഡസ്റ്റ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം അല്ലേ. ആ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൂഫ് സഹിതം തരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബില്ലും. അപ്പം ഇത് ആദ്യം സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്കതിനെക്കുറിച്ചും പറയാം. എൻ്റെ സർവീസ് എഞ്ചിനീയർ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ചെയ്യുകയാണ്. ഇത് മിസ്തുബിഷിയുടെ YJP13 എന്ന് പറഞ്ഞ ഒരു 1 ton ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഒരു 5 മാസത്തെ ഉപയോഗത്തിന് ശേഷമുള്ള ആദ്യ സർവീസാണ്. ഓക്കെ അജീന്ദ്ര, നമ്മളിത് 3 സ്റ്റാർ അല്ലേ? അപ്പം പ്രശ്നമില്ല. എന്തായാലും എനിക്ക് തോന്നിയിട്ട് ഡസ്റ്റ് ഉണ്ടാവുമോ അധികം? 5 മാസത്തെ വർക്ക് കഴിഞ്ഞല്ലേ? അതെ, കുറച്ച് ടെസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് ഫിൽട്രേഷൻ നടത്തിയാണ് നമുക്ക് എയർ തരും. അതിന്റെ ഇതാണ് ടെസ്റ്റ് അതിലുണ്ടാവും. ഓക്കെ. ഓക്കെ, ഇത് ശരിക്കും ഒരുപാട് പൊടിയുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. ഇത് മൊത്തം പൊടിയാണല്ലേ? ഇത് ഈ എന്നാ പറഞ്ഞ റൂഹി പോലെ അതെ, റൂമിനുള്ളിലെ ഡസ്റ്റ് ആണ്. ഓക്കെ. അതായത് നമ്മുടെ കൂടുതലും ഇതാണ് ക്ലോത്തിന്റെ ഡസ്റ്റ് ആണ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ. ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പം ഫസ്റ്റ് സർവീസാണ് ഫ്രീ. ഇനി ഭാവിയിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് ഇത് കഴുകി വൃത്തിയായിട്ട് വെച്ചാലും മതിയോ? തീർച്ചയായിട്ടും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. നമ്മൾ സാധാരണക്കാരെ, അതായത് ആ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി നമ്മൾ പിന്നെ ഫിക്സ് ചെയ്താൽ മതി അല്ലേ? ബാക്കിയുള്ള എന്തൊക്കെയാണ് നമ്മൾ അന്നേരം സർവീസ് വരുന്നത്? ഇനിയിപ്പോൾ ഔട്ട്ഡോറിന്റെ നോക്കാം. അത് ഇത് കഴിഞ്ഞിട്ടല്ലേ? ഇതിന്റെ ഡസ്റ്റ് ഉള്ള ഏരിയ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഫിൽറ്റർ നമ്മള് കോയിലൊക്കെ ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളാണെങ്കിൽ ഫാനിന്റെ എയർ വരുന്ന ഭാഗമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ടോട്ടലൊന്ന് ചെക്ക് ചെയ്ത് നോക്കും നമ്മൾ. ഓക്കെ. അതിനുശേഷം നമ്മൾ ഔട്ട്ഡോറിലേക്ക് പോകും. ഓക്കെ. പിന്നാണെങ്കിൽ ബൈക്കില് കോയിലിന്റെ ബൈക്കിൽ എയർ അടിച്ച് അത് ഡസ്റ്റ് അടിച്ച് കളയും. അതും ടോട്ടലൊന്ന് ക്ലീൻ ചെയ്യും അല്ലേ? ഇതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫിൽറ്റർ നമ്മുടെ. ഓക്കെ. ഫുള്ള് മാറി അല്ലേ? ആ റൂയി എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ. നമ്മളാണെങ്കിൽ എപ്പോഴും ആണെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ സൈഡിൽ കൂടെ വേണം ഒഴിച്ച് ഫസ്റ്റ് ക്ലീനിങ് ചെയ്യാൻ. ഓപ്പോസിറ്റ് കാരണം നമ്മൾ ഡസ്റ്റ് ഇവിടെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ. നമ്മൾ ഇവിടുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഫിങ്സിനകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാണ്ടിരുന്നുള്ളൂ. ഓക്കെ. ഒന്ന് ക്ലീൻ ആയിട്ട്. അപ്പോൾ ഈ ഫിൽട്ടർ ആണ് മെയിൻ അല്ലേ? ഈ ചെറിയ പിള്ളേർക്കൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ആകാനുള്ള ചെറിയ ചെറിയ സാധ്യതകളും ഇതൊക്കെ തന്നെയാണ്. ഈ ഡസ്റ്റിങ്ങിന് പിടിച്ചിരിക്കുന്നതാണ് മെയിനുള്ള പ്രശ്നം.
ബിനു ചേട്ടാ, അതുപോലെ നമ്മൾ ഒരു എ സി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പിന്നെയും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഫിൽട്ടർ ക്ലീൻ ചെയ്യണം. ഓക്കെ. ഇയർലി ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. റിമോട്ടിൻ്റെ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അല്ലേ? ഓക്കെ. പക്ഷേ എങ്കിൽ ഞാൻ ചോട്ടെ, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻഫെക്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള പ്രശ്നമുണ്ടോ? കുറച്ച് നാൾ സർവീസ് ചെയ്യാതിരുന്ന ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ളവർക്ക്. ഓക്കെ. അങ്ങനൊരു സീനുണ്ടല്ലേ? ഓക്കെ. ഈ 5 മാസത്തെ ഉപയോഗത്തിൽ എങ്ങനെയുണ്ട് ജോമിക്ക് ഈ മിത്സുബിഷിയെ പറ്റിയുള്ള അഭിപ്രായം? ശരിക്കും 5 മാസം ഉപയോഗിച്ചതിൻ്റെ ആ ഒരു ഇത് കാരണമാണ് ഞാനൊരു വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്, സർവീസിൻ്റെ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല സൈലൻ്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ബിനുചേട്ടൻ എന്നോട് അന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് ബിനുചേട്ടൻ പറഞ്ഞിരുന്നു 10 രൂപ എന്നുള്ള ആ ഒരു ടാർഗറ്റായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ വെച്ച സമയത്ത് നേരെ വ്യത്യാസം വന്നു. അതിനെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ട് 15 രൂപയോളം വന്നിട്ടുണ്ട് പെർ ഡേ. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് ലോക്ക്ഡൗണിൽ പെട്ടുപോയപ്പോൾ രാത്രിയിൽ യൂസ് ചെയ്തു, പിന്നെ പകലും യൂസ് ചെയ്തു, സെയിം രീതിയിൽ. അപ്പം എനിക്ക് തോന്നിയിട്ട് ഞാനത് പ്രൂഫ് സഹിതം കാണിച്ചു തരാം കേട്ടോ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പ്രൂഫ് സഹിതം കാണിച്ചു തരാം. എനിക്ക് എൻ്റെ കറണ്ട് ബില്ല് നേരത്തെ വന്നുകൊണ്ടിരുന്നത് 1400 രൂപയായിരുന്നു ബില്ല് വന്നുകൊണ്ടിരുന്നത്. എ സി വെച്ച ആ ഒരു ദിവസം 2 മാസം കഴിഞ്ഞിട്ട് ബില്ല് വന്നത് 2400 സംതിങ് ബില്ല് വന്നു. അപ്പോൾ ഞാനത് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ജൂൺ ജൂലൈ മാസത്ത് ആകുമ്പോഴത്തേക്കും മഴയൊക്കെ വന്നു, പിന്നെ ലോക്ക്ഡൗൺ ഓപ്പണായി. അപ്പം ഡേയിലുള്ള ആ ഒരു വർക്ക് കുറഞ്ഞു. ആ ടൈമിൽ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്ന ഡേ ടൈമിലില്ല, നൈറ്റായി. അപ്പോൾ അത് 2000 രൂപയിലേക്ക് മാറി, വീണ്ടും കുറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഒരു എ സി മേടിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദുഃഖിതനല്ല. എന്ന് വെച്ചാൽ ഭയങ്കര കറണ്ട് ബില്ലാണല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. അത് ആ കാര്യത്തിൽ എന്നാലും ബിനുചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു 10 രൂപ എന്നുള്ള ആ ഒരു എൻ്റെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് തോന്നിട്ട്. അപ്പം എന്തായാലും എനിക്ക് ഇപ്പം ബിനുചേട്ടൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. എന്നാ പറഞ്ഞാൽ സൗണ്ട് ഇല്ല, വളരെ സൈലൻ്റ് ആണ്. ഒരു എ സി ഓണാക്കി വെക്കുന്ന പറന്നുള്ള ഒച്ചയോ അങ്ങനെ ഒന്നുമില്ല. 19 ഡെസിബിളേ ഇതിൻ്റെ സൗണ്ട് ഉള്ളൂ. അതെ. മറ്റൊരു ബ്രാൻഡ് എക്സോർവൈ ഒരു 38 to 43 ആ റേഞ്ചാണ് ഡെസിബിൾ വരുന്നത്. അതെ. അപ്പം സാധാരണ ഞാൻ ഒരു ഷോറൂമിൽ അല്ലെങ്കിൽ ഒരു കടയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു വീട്ടിലല്ല ചെല്ലുമ്പോഴാണ് എന്നുള്ള ഒരു തരം സൗണ്ട് കേൾക്കാറുണ്ട്. അത് ചിലപ്പോൾ പഴകിയതിൻ്റെ ആണോ എന്നാണെന്നൊന്നും എനിക്കറിയില്ല. അവരുടെ ടെക്നോളജിയാണ്. അപ്പം പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ 10 രൂപ എന്നുള്ള ആ ഒരു കറണ്ട് ബില്ല് വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡേ ടൈമിൽ യൂസ് ചെയ്യാതെ നൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ടൈമിൽ 10 രൂപ എന്നുള്ളതിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ മിത്സുബിഷി എടുത്തതിൽ എനിക്ക് അഭിമാനമുള്ളൂ. എന്ന് വെച്ചാൽ നല്ലൊരു ബ്രാൻഡാണ് എടുത്തത് എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ പുതിയ എ സി മേടിക്കുന്നവർക്ക് ഇതിൻ്റെ ക്വാളിറ്റി 100% നല്ല ക്വാളിറ്റിയാണ്. ഇത് അതിൻ്റെ പ്ലാസ്റ്റിക് വെർജിൻ പ്ലാസ്റ്റിക്കാണ്, വെർജിൻ അലൂമിനിയാണ്, വെർജിൻ കോപ്പറാണ്. മറ്റ് ബ്രാൻഡുകൾ ഭൂരിഭാഗവും റീസൈക്കിൾ അലൂമിനിയം, റീസൈക്കിൾ കോപ്പർ, റീസൈക്കിൾ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ഒരു 2-3 ഇയേഴ്സിന് ശേഷം മഞ്ഞ കളർ കയറി വരും. ഇപ്പോൾ ഇത് വൈറ്റ് ആണല്ലോ, അത് ഗ്രാജുവലി മഞ്ഞ കളർ കയറി വരും. അപ്പോൾ നമുക്കറിയാം ബ്രാൻഡ് റീസൈക്കിൾ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ശരി, അങ്ങനെയാണല്ലേ. പിന്നെ ഇതിന് മിത്സുബിഷിക്ക് 20 ഫീറ്റ് എയർ ത്രോ ഉണ്ട്. അതായത് ഇൻഡോറിൽ നിന്നുള്ള ആ ത്രോ 20 ഫീറ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ, ആൾക്കാർ മേടിക്കാൻ പോകുമ്പോഴും. അതെ. ഇപ്പോൾ ജോമി ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി മനസ്സിലായല്ലോ. അതെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കംപ്രസർ മുതൽ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി വരെ ഇവരുടെ ഓൺ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ സ്വല്പം വില കൂടുതലാണ്. അതെ. പക്ഷേ ഇതിന് കംപ്ലൈൻറ്റ് വളരെ റെയറാണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഇവർ PC ബോർഡിന് 5 വർഷം അൺകണ്ടീഷണൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പുതിയത് ഇപ്പോൾ കംപ്രസറിന് 10 വർഷം കൊടുക്കുന്നുണ്ട്. പല ബ്രാൻഡുകളും വാറണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ അപ്ലൈ ഉണ്ടാവും. 1 ഇയർ കഴിയുമ്പോൾ AMC കൊടുക്കണം കമ്പനിക്ക്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, അൺകണ്ടീഷണൽ വാറണ്ടിയാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതെ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് സിംഗപ്പൂർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഏഷ്യൻ കൺട്രീസിലെല്ലാം ഒറ്റ മോഡലാണ്. ഇന്ത്യക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു മോഡലില്ല. ഇവിടെ നമുക്ക് വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 38-40 വരെ മാക്സിമം കേരളത്തിൽ വരും.
പക്ഷേ UAE-യിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു 50-55 വരും. അവിടെ ഇവിടെ സെയിം മോഡലാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്നതും നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നതും സെയിം മോഡലാണ്. ഓക്കെ, സെയിം മോഡലാണ് എല്ലായിടത്തും അല്ലേ? എല്ലായിടത്തും മറ്റുള്ള കമ്പനികളിൽ വേരിയേഷൻ ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേറൊരു മോഡലാണ് വരുന്നത്. അതിന് ഇത്രയും പവർ ഉണ്ടാവില്ല. ട്രോപ്പിക്കൽ കംപ്രസറുമാണ്. ഓക്കെ, ട്രോപ്പിക്കൽ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഒരു 50-55 ഡിഗ്രി ചൂടിലും വർക്ക് ചെയ്തു. ഓക്കെ, അതായത് ഇപ്പം സൗദിയിലൊക്കെ എന്നാ ടെമ്പറേച്ചറാണ് ഉള്ളതെന്നുള്ളത് ആൾക്കാർക്ക് അറിയാം. ശരിക്കും ആ സെയിം AC ആണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും വരുന്നത്. ഞാനൊരു 10 വർഷമായിട്ടുള്ളൂ മിത്സുബിഷിയുടെ AC ഡീൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിനു മുന്നേ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ ഈ സാധനം അവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഓക്കെ, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോഴാണ് ഡയറക്റ്റ് ഇന്ത്യയിൽ വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാളിറ്റി അറിയാവുന്നവർ അവിടെ കൊണ്ടുവന്നോണ്ടിരുന്നു അല്ലേ? അതെ. ഓക്കെ, അത് ശരിക്കും നമുക്ക് വരുമ്പോ ഇത് കെട്ടിപ്പറക്കി കൊണ്ടുവരുമായിരുന്നു. കെട്ടിപ്പറക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് അതും ഭയങ്കര ഇതാണല്ലോ. എന്നാലും ആ സർവീസ് ചാർജും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായാലും വാറണ്ടി ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രാൻഡിന്റെ AC മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും വെറി ആകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ മേടിച്ച് ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഉറപ്പിച്ച് പറയുന്നത്. എന്നെ സംബന്ധിച്ച് നല്ലൊരു AC ആയിരുന്നു. അപ്പം ഇനി എന്തേലും നിങ്ങൾക്ക്, അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും AC-യുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിനിചേട്ടനായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ പെരിന്തൽമണ്ണ വരെ, ഇപ്പൊ തൊടുപുഴയുള്ളൊരു സ്ഥാപനം നിലമ്പൂർ വരെ അല്ലേ, അവിടം വരെ കണക്ഷൻ കൊടുത്തു അല്ലേ? അത് ശരി, അത്രയും അവിടെ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മിത്സുബിഷി എന്ന ബ്രാൻഡ്, പിന്നെ എല്ലാ ബ്രാൻഡും ചെയ്യുന്നില്ലേ? ഇപ്പം എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ടല്ലേ? അപ്പം ആ ഒരു വിശ്വസ്തയോടുകൂടി അദ്ദേഹം നമുക്ക് AC കൊണ്ടുപോയി വെച്ചു, അത് സർവീസും ചെയ്തു തന്നു. ഇനി അറിവില്ലാത്തവർക്ക് നിങ്ങൾ ഈ സെക്കൻഡ് സർവീസിന് അറിവില്ലാത്ത എന്തെങ്കിലും ആൾക്കാർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? പ്രോപ്പറായിട്ട് ചെയ്യുന്നു. ഫസ്റ്റ് സർവീസ് എന്തായാലും ഫ്രീ ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ജയ് ഹിന്ദ്.